ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മാളു വിചാരിക്കുന്നുണ്ട് അച്ഛന്റെയും ഗംഗയുടെയും പിണക്കമൊക്കെ മാറ്റണമെന്ന്. അതിനുശേഷം മഹിയുടെ റൂമിലേക്ക് ചെല്ലുന്നു. മഹിയാണെങ്കിൽ ഗംഗ എന്താണ് അകൽച്ച കാണിക്കുന്നതെന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് മാളു അടുത്തേക്ക് ചെല്ലുന്നത്. മാളു പറയുന്നുണ്ട് അച്ഛൻ ഗംഗയെ ഓർത്ത് വിഷമിച്ചിരിക്കുകയല്ലേ എന്നൊക്കെ. മഹി അപ്പോൾ പറയുന്നുണ്ട് ഗംഗയ്ക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ടെന്നൊക്കെ. മാളു അപ്പോൾ പറയുന്നുണ്ട് ഗംഗയ്ക്ക് ഒരു ദേഷ്യവുമില്ല, അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ്, എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ മഹിക്കും സന്തോഷമാകുന്നുണ്ട്. മാളു പറയുന്നുണ്ട് അച്ഛന്റെയും ഗംഗയുടെയും പിണക്കം തീർക്കാൻ ഒരു വഴിയുണ്ട്, അച്ഛൻ ഇപ്പൊ തന്നെ പോയി കുളിക്കണമെന്ന് പറയുന്നു. മാളു നിർബന്ധിച്ച് മഹിയെ കുളിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നു. അതിനുശേഷം മാളു ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ ഓഫീസിൽ പോകാനുള്ള ഡ്രസ്സ് അയൺ ചെയ്തു വെച്ചിട്ടുണ്ട്, മോൾ ഇത് കൊണ്ട് കൊടുക്കാനെന്ന് പറയുന്നു. മാളു ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഭർത്താവിന്റെ ഡ്രസ്സ് ഭാര്യയല്ലേ കൊടുക്കേണ്ടത്, അതും കുട്ടികളാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ മോൾ അങ്ങോട്ട് പോയേക്ക്, ഞാൻ കൊണ്ടുവന്നേക്കാമെന്നൊക്കെ പറയുന്നു. മാളു പോയതിനു ശേഷം ഗംഗ വിചാരിക്കുന്നുണ്ട് ഞാൻ കാരണം മഹിയേട്ടന് മാളു ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാണ്, ഈ സിറ്റുവേഷൻ ഒന്ന് എത്രയും പെട്ടെന്ന് മാറ്റി തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് പരമശിവനോട് പ്രാർത്ഥിക്കുന്നു. മാളു മഹിയുടെ റൂമിലേക്ക് ചെല്ലുന്നു. മഹി അപ്പൊ കുളിച്ചിട്ട് വെളിയിൽ വരികയാണ്. അതിനുശേഷം മാളുവിനോട് ചോദിക്കുന്നുണ്ട് ഗംഗ എവിടെയെന്നൊക്കെ. മാളു ഇപ്പോൾ പറയുന്നുണ്ട് ഗംഗ ഇപ്പോൾ വരും, ആ സമയത്താണെങ്കിൽ അച്ഛൻ ഗംഗയുടെ പിണക്കം മാറ്റണമെന്നൊക്കെ പറയുന്നു. ഞാൻ പിണങ്ങിയിരിക്കുമ്പോൾ അച്ഛൻ എന്നെ എടുത്ത് കറക്കത്തില്ലേ, അതിനുശേഷം കൊഞ്ചിക്കത്തില്ലേ, അങ്ങനെയല്ലേ എന്റെ പിണക്കം മാറുന്നത്, അതുപോലെ തന്നെ ഗംഗയും ചെയ്യണമെന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട് പെട്ടെന്ന് ഗംഗ എടുക്കുമ്പോൾ ഗംഗ ബഹളം വെക്കില്ലേ, അത് കേട്ട് എല്ലാവരും വരില്ല എന്നൊക്കെ ചോദിക്കുന്നു. മാളു അപ്പോൾ പറയുന്നുണ്ട് അത് ഞാൻ നോക്കിക്കോളാം, ഞാൻ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നു. മാളുവും മഹിയും ഗംഗ റൂമിലേക്ക് വരുന്നതും കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് ഡോറ് തുറക്കുന്നു. മഹി ഗംഗ എടുക്കാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് അകത്തേക്ക് കയറി വരുന്നത് ദേവയാനിയമ്മയാണ്. ദേവയാനിയമ്മയാണ് ഡ്രസ്സുമായിട്ട് വരുന്നത്. മാളു അപ്പോൾ പെട്ടെന്ന് അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ മഹി അവിടെ നിൽക്കുന്നു. ദേവയാനിയമ്മ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ. മഹി മാളു ഒന്നുമില്ല എന്നൊക്കെ പറയുന്നു. മാളു ചോദിക്കുന്നുണ്ട് ഡ്രസ്സുമായിട്ട് എന്താണ് ഗംഗ വരാഞ്ഞതെന്ന്. ദേവയാനിയമ്മ പറയുന്നുണ്ട് അതെനിക്ക് അറിയത്തില്ല, ഇത് അവൾ എന്റെ കയ്യിൽ തന്നതാണെന്നൊക്കെ പറയുന്നു. അതിനുശേഷം ദേവയാനിയമ്മ നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. ഗംഗ റൂമിലേക്ക് വരാൻ തുടങ്ങുന്ന സമയത്ത് ദേവയാനിയമ്മ തടയുന്നതും നീ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞതുമൊക്കെ ഓർക്കുന്നു. ഗംഗ മഹിയുടെ റൂമിലേക്ക് പോകുന്നത് തടഞ്ഞിട്ട് ആ ഡ്രസ്സുമായിട്ട് ദേവയാനിയമ്മ ഇങ്ങോട്ട് വന്നതാണ്. ദേവയാനിയമ്മ മഹിയോട് പറയുന്നുണ്ട് ഗംഗ ഇപ്പോഴും മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു തുടങ്ങിയിട്ടില്ലെന്നാണ് തോന്നുന്നത്, അവളുടെ വിവാഹം നിശ്ചയിച്ചത് നകുലുമായിട്ടാണ്, ഇപ്പോഴും അവളുടെ മനസ്സിൽ ചിലപ്പോൾ നകുലായിരിക്കും, ഒരു പെണ്ണിന് മാത്രമേ ഒരു പെണ്ണിന്റെ മനസ്സ് മനസ്സിലാകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. എന്തായാലും നീ എടുത്തു ചാടി തീരുമാനമൊക്കെ എടുത്തതല്ലേ, ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനിയമ്മ അവിടെ നിന്നും പോകുന്നു. ദേവയാനിയമ്മ പറഞ്ഞതൊക്കെ ഓർത്ത് മഹി വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അച്ഛനോട് മാളു പറയുന്നുണ്ട് ഈ പറഞ്ഞതൊന്നും സത്യമല്ല, ഗംഗയ്ക്കാണെങ്കിൽ നകുലിനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. മഹി ഇപ്പോൾ പറയുന്നുണ്ട് എന്നാൽ പിന്നെ എന്താണ് ഗംഗ വരാഞ്ഞതെന്ന്. മാളു ഇപ്പോൾ പറയുന്നുണ്ട് ഗംഗ എന്നോട് വരാമെന്നൊക്കെ പറഞ്ഞതാണ്, പക്ഷെ എന്തു പറ്റിയെന്ന് അറിയില്ല, എന്തായാലും ഞാൻ ചോദിക്കട്ടെ എന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ ചോദിക്കേണ്ട, ആരെയും നമ്മൾ നിർബന്ധിച്ച് സ്നേഹിപ്പിക്കാനൊന്നും പാടില്ല, സ്വയം സ്നേഹിക്കണമെന്നൊക്കെ പറയുന്നു. മാളു ഇപ്പോൾ പറയുന്നുണ്ട് അച്ഛനെയും ഗംഗയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, നകുലുമായിട്ട് വിവാഹം ഉറപ്പിച്ച സമയം മൊത്തം നകുലിനെ വിവാഹം കഴിക്കണമല്ലോ എന്നോർത്ത് ഗംഗ കരച്ചിലായിരുന്നു, അതൊക്കെ എനിക്കറിയാമെന്ന് പറയുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട് മോളായിട്ട് ഇനി നിർബന്ധിക്കേണ്ട, ഗംഗയായിട്ട് നമ്മളുടെ അടുത്തേക്ക് വരട്ടെ, അതുവരെ നമുക്ക് കാത്തിരിക്കാമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം മാളു ഗൗരിയുടെ ഫോട്ടോ എടുത്തിട്ട് കരയുകയാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അച്ഛനെയും ഗംഗയും ഒന്നിപ്പിക്കണമെന്നും, അതുമാത്രമല്ല അവര് സന്തോഷമായിട്ട് ജീവിച്ചാലല്ലേ എനിക്കൊരമ്മയെ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയാണ്. മാളു കരയുന്നത് കണ്ടിട്ട് ഗൗരിയുടെ ആത്മാവിനും സങ്കടമാകുന്നുണ്ട്. ഗൗരിയുടെ ആത്മാവ് പറയുന്നുണ്ട് ഗംഗയും മഹിയും ഇവിടെ എല്ലാവരും പിരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്, എന്തായാലും മോളുടെ സങ്കടത്തിന് ഞാനൊരു പോംവഴി ഇന്നത്തെ ദിവസം കാണും, ഇന്ന് മോൾ ഉറപ്പായിട്ടും ചിരിക്കുമെന്നൊക്കെ പറയുന്നു. പിന്നീട് മഹി ഓഫീസിൽ നിന്നും വരുന്നു. അതിനുശേഷം ദേവയാനിയമ്മയോട് ചോദിക്കുന്നുണ്ട് ഗംഗയും മാളുവും എവിടെയെന്ന്. ദേവയാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട് മാളുവിനെ ഗംഗ ഉറക്കുമായിരിക്കുമെന്നൊക്കെ. മഹി റൂമിലേക്ക് പോകുന്നു. അതിനുശേഷം ദേവയാനിയമ്മ ഓർക്കുന്നുണ്ട് വന്ന ഉടനെ അവൻ ഗംഗയാണ് തിരക്കുന്നത്, എന്തായാലും ഞാൻ അവരെ ഒന്നിപ്പിക്കത്തില്ല എന്നൊക്കെ ഓർക്കുന്നു. ഗൗരിയുടെ ആത്മാവ് അത് കേൾക്കുന്നുണ്ടായിരുന്നു. ഗൗരിയുടെ ആത്മാവ് പറയുന്നുണ്ട് ഞാൻ ഗംഗയും മഹിയും ഒന്നിപ്പിക്കും, നിങ്ങൾ ഒന്നിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഒന്നിപ്പിക്കാൻ ശ്രമിക്കും, ആരാണ് വിജയിക്കുന്നതെന്ന് നമുക്ക് നോക്കാമെന്നൊക്കെ പറയുന്നു.
ഗൗരി ദേവയാനിയമ്മയുടെ രൂപത്തിൽ ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഗംഗയോട് പറയുന്നുണ്ട് മഹിയുടെ റൂം പോയി ക്ലീൻ ചെയ്യാനെന്ന്. മഹി വരുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്തോ, ഇപ്പൊ കയറുന്നതിന് പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നു. ഗംഗ മഹിയുടെ റൂമിലേക്ക് പോകുന്നു. ഗൗരിക്ക് അത് കാണുമ്പോൾ സന്തോഷമാകുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്